അത് നിങ്ങളുടെ ചെവിട്ടിന് എന്തോ തകരാറുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ചെവിട്ടിന് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ വായനക്ക് എന്തോ തകരാറുണ്ട്. എന്താണെന്നറിയോ, ഇത് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. ആരും പ്രകോപിതരാകരുത്, പ്രകോപനത്തിൽ കുടുങ്ങരുത്, പ്രകോപനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു നേതാവിനെ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അടിക്കും 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 എന്ന് പറയാൻ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അതാണോ പൊതു സംസ്കാരം? അതാണോ പൊതുവായ രീതി? അതാണോ വേണ്ടത്? നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗമായി ആ ബസ്സിൻ്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയുകയാണ്, ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ്, ആരും പ്രകോപനത്തിൽ കുടുങ്ങരുതെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രകോപനത്തിൽ ആരും കുടുങ്ങുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതിൻ്റെ അവിടെ 2-3 ആളുകൾ വന്ന് കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നോക്കില്ലേ, ഇവരെ അത് കാണുകയല്ലേ. വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതെന്ന് കണ്ടല്ലോ. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടല്ലോ. ഇത് ഒരു ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലോ ഒരു വാർത്ത. അവിടെ ഒരു നവകേരള സദസ്സിൻ്റെ പ്രവർത്തനത്തിന് പോയി അതിൻ്റെ ഭാഗമായിട്ട് അണിനിരന്നൊരു പ്രവർത്തകൻ്റെ വീട് ആക്രമിച്ചത്. അത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. അതിൽ ആശ്ചര്യമില്ലല്ലോ. തല്ല് അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുയായികൾ അടിക്കാൻ പുറപ്പെടുമല്ലോ. അതല്ലേ നടക്കുന്നത്. അപ്പോഴല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലിക്ക് സംയമനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാ ദിവസവും പറയല്ലേ. അപ്പോഴും അടി 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 എന്നല്ലേ. നിങ്ങൾ ബസ്സിന്റെ മുന്നിൽ ചാടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്കെന്താ സംരക്ഷിക്കേണ്ട കാര്യം? നിങ്ങൾ ആരാ സംരക്ഷിക്കാൻ എന്നല്ലേ ചോദിച്ചത്? ഇത് ഞങ്ങളെ കാണുക എന്നുള്ളത് മാത്രമാണെന്ന് കാണണ്ട. അതായത് നമ്മൾ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം നമ്മുടെ നാട് ചില പ്രതിസന്ധികൾ നേരിടുന്നു. ആ പ്രതിസന്ധി കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്നത് കൂടിയാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് കൂടി ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ പ്രതിസന്ധിയിലായിക്കൂടാ, നാടിൻ്റെ ഭാവി തകർന്നുകൂടാ. നാടിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എല്ലാ ആളുകളും ഭേദചിന്തയില്ലാതെയാണ് അണിനിരന്നിട്ടുള്ളത്. 10,000-ങ്ങൾ ഇതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. ആ 10,000-ങ്ങൾ അണിനിരന്നതിന് ചില പ്രതികരണങ്ങളും ഉണ്ടായി. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാൻ നിർബന്ധിതയായത്. അത് വസ്തുതയല്ലാത്ത കാര്യം നമ്മൾ പിന്നീട് വ്യക്തമാക്കി. പക്ഷേ പറയാൻ അവർ നിർബന്ധിതയായി. അതേപോലെ തന്നെ അതേവരെ ഇതിനെപ്പറ്റി യാതൊന്നും ശബ്ദിക്കാതിരുന്ന ഒരു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രമേയം പാർലമെൻറ്റിൽ കൊടുക്കുന്നുവെന്ന് പറയാനും അവരും നിർബന്ധമായി. ഇതെല്ലാം ഒരു മാറ്റമാണ്. പക്ഷേ നാം കാണേണ്ടത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളുടെ കരുത്താണ്. ആ ജനകീയ കരുത്താണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 36 ദിവസവും പ്രകടമാകുന്നത്. ജനലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി അണിനിരന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ കേരളത്തിന് ഈ പറയുന്ന പ്രതിസന്ധികൾ മറികടക്കാനാകും. അതിനുതകുന്നതാണ് ഈ ജനസഞ്ചയത്തിൻ്റെ വലിയ തോതിലുള്ള അണിനിരക്കൽ.